PT7 അരിക്കൊമ്പൻ ദേ ഇപ്പോൾ തണ്ണീർക്കൊമ്പൻ. കാട് വിട്ട് നാട് കാണാനിറങ്ങുന്ന കാട്ടുകൊമ്പന്മാരുടെ എണ്ണം കൂടി വരികയാണ്. ഒരേ സമയം ജനങ്ങൾക്കും ആനകൾക്കും അപകടകരമാണ് ഈ കാടിറങ്ങൽ. ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത മാനന്തവാടിയെ വിറപ്പിച്ച തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞു എന്നുള്ളതാണ്. കർണാടക വനംവകുപ്പാണ് വിവരം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. കർണാടകയിലെ ബന്ദിപ്പൂരിൽ വെച്ചാണ് ആന ചരിഞ്ഞത്. മരണകാരണം വ്യക്തമല്ല. കർണാടകയും കേരളവും സംയുക്തമായി പോസ്റ്റ്മോർട്ടം നടത്തും. 20 ദിവസത്തിനിടെ 2 തവണ ഈ ആനയെ മയക്കുവെടി വെച്ചിരുന്നു. കർണാടക മുൻപ് മയക്കുവെടി വെച്ച് കാട്ടിൽ തിരിച്ചുവിട്ട ആനയാണ് തണ്ണീർക്കൊമ്പൻ. മാനന്തവാടിയിൽ നിന്ന് ഇന്നലെ പിടികൂടിയ തണ്ണീർക്കൊമ്പനെ കർണാടകയിലെ രാമപുര എലഫന്റ് ക്യാമ്പിൽ എത്തിച്ചിരുന്നു. ഇന്ന് പുലർച്ചെയോടെയാണ് കൊമ്പനെ ബന്ദിപ്പൂരിലെത്തിച്ചത്. എന്നാൽ വിദഗ്ധ പരിശോധനയ്ക്ക് മുൻപ് ആന ചരിയുകയായിരുന്നു. മയക്കുവെടി വെച്ചതിനു ശേഷം 5 മണിക്കൂറിലേറെയാണ് ആന വനംവകുപ്പിന്റെ ആനിമൽ ആംബുലൻസിൽ സഞ്ചരിച്ചത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തണ്ണീർക്കൊമ്പനെ ഇന്നലെ കൂട്ടിലാക്കിയത്. മയക്കുവെടി വെച്ച് മയക്കിയ ആനയെ കുങ്കി ആനകളുടെ സഹായത്തോടെ എലിഫന്റ് ആംബുലൻസിൽ കയറ്റുകയായിരുന്നു. ലോറിയിൽ കയറാൻ മടിച്ച കൊമ്പനെ കുങ്കി ആനയായ കോന്നി സുരേന്ദ്രനാണ് ലോറിയിലേക്ക് തള്ളിക്കയറ്റിയത്. തണ്ണീർക്കൊമ്പന് മയക്കുവെടിയും പിന്നീട് ബൂസ്റ്റർ ഡോസും നൽകിയിരുന്നു. 2ാം മയക്കുവെടിയേറ്റ ആന 10 മീറ്ററോളം നടന്നു. കൊമ്പനെ പിടികൂടുന്നത് കാണാൻ വൻ ജനക്കൂട്ടമാണ് സ്ഥലത്തെത്തിയത്. ആനയെ പിടികൂടി ബന്ദിപ്പൂർ വനത്തിൽ തുറന്നുവിടാൻ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ D ജയപ്രസാദ് ഉത്തരവിട്ടിരുന്നു. മാനന്തവാടി പായോട് ഇന്നലെ പുലർച്ചെയാണ് ആന എത്തിയത്. രാവിലെ പാല് കൊണ്ടുപോയ ക്ഷീരകർഷകരാണ് ആനയെ കണ്ടത്. തുടർന്ന് ആന മാനന്തവാടി പട്ടണത്തിലേക്ക് നീങ്ങുകയും മാനന്തവാടി നഗരത്തിന് മധ്യത്തിലുള്ള ചതുപ്പിൽ നിലയുറപ്പിക്കുകയായിരുന്നു. തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞത് നടുക്കുന്ന വാർത്തയാണെന്നാണ് വനംവകുപ്പ് മന്ത്രി പറഞ്ഞത്. മാനന്തവാടിയിൽ നിന്ന് ബന്ദിപ്പൂരിലെത്തിച്ച ആനയെ വിദഗ്ധ പരിശോധന നടത്താനിരിക്കവെയാണ് ചരിഞ്ഞത്. ആന ചരിഞ്ഞ സംഭവത്തിൽ വീഴ്ചകൾ ഉണ്ടായോ എന്ന് പരിശോധിക്കുമെന്നും ഇതിനായി 5 അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചതായും മന്ത്രി അറിയിച്ചു. ഏകദേശം 30 വയസ്സ് പ്രായമുള്ള മറ്റൊരു കാട്ടാനയാണ് അരിക്കൊമ്പൻ. 1 വയസ്സ് മാത്രം പ്രായമുള്ള സമയത്താണ് മൂന്നാറിലെ ചിന്നക്കനാലിൽ അരിക്കൊമ്പൻ പ്രത്യക്ഷപ്പെടുന്നത്. രോഗിയായ അമ്മയ്ക്കൊപ്പമാണ് തങ്ങൾ ആദ്യമായി അരിക്കൊമ്പനെ കണ്ടതെന്ന് ചിന്നക്കനാൽ നിവാസികൾ പറയുന്നു. സാധനങ്ങൾ മോഷ്ടിക്കുന്ന ആന ആയതിനാൽ അവർ ആനയെ ആദ്യം വിളിച്ച പേര് കള്ളക്കൊമ്പൻ എന്നാണ്. അരിയാണ് ഈ ആനയുടെ ഇഷ്ടവിഭവം. അങ്ങനെയാണ് അരിക്കൊമ്പൻ എന്ന പേര് വീണത്. അരിയുടെ മണം പെട്ടെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് അരിക്കൊമ്പനുണ്ട്. അരി കിട്ടാൻ വേണ്ടി വീടുകളും റേഷൻ കടകളും അരിക്കൊമ്പൻ ആക്രമിച്ചിരുന്നു. അരിക്ക് വേണ്ടി ചിന്നക്കനാലിലെ കോളനികളിൽ അരിക്കൊമ്പൻ കയറി ഇറങ്ങിയിരുന്നു. രാത്രി വാതിലുകളും ജനലുകളും പൊളിച്ച് അകത്ത് കിടക്കുന്ന ശീലം വരെ അരിക്കൊമ്പനുണ്ട്. കഴിഞ്ഞ 5 വർഷമായി ചിന്നക്കനാൽ പ്രദേശത്ത് അരിക്കൊമ്പന്റെ ആക്രമണം അതീവ രൂക്ഷമാണ്. 7 പേരെ അരിക്കൊമ്പൻ കൊന്നിട്ടുണ്ടെന്നാണ് വനംവകുപ്പിന്റെ കണക്ക്. വനംവകുപ്പ് ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ തയ്യാറാക്കിയ റിപ്പോർട്ട് അനുസരിച്ച് 13 വർഷത്തിനിടെ അരിക്കൊമ്പൻ 180-ൽ പരം കെട്ടിടങ്ങൾ തകർത്തിട്ടുണ്ട്. 4 വർഷത്തോളം പാലക്കാട് ധോണി പ്രദേശത്തിന്റെ ഉറക്കം കെടുത്തിയ മറ്റൊരു കാട്ടുകൊമ്പനായിരുന്നു പാലക്കാട് ടസ്കർ 7. PT7 അഥവാ ധോണി എന്നാണ് ഇതിന് വനം മന്ത്രി നൽകിയ ഔദ്യോഗിക പേര്. ശ്രമകരമായ ദൗത്യത്തിലൂടെയാണ് ആനയെ വനംവകുപ്പ് പിടികൂടിയത്. 72 അംഗ ദൗത്യസംഘമായിരുന്നു ആനയെ മയക്കുവെടി വെച്ചത്. 3 കുങ്കിയാനകളുടെ സഹായത്തോടെ 4 മണിക്കൂർ കൊണ്ടാണ് വനത്തിൽ നിന്ന് ധോണി ക്യാമ്പിലേക്ക് ആനയെ എത്തിച്ചത്. ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിൽ 50 മീറ്റർ അകലെ നിന്ന് ആനയുടെ ചെവിക്ക് പിന്നിലേക്ക് മയക്കുവെടി ഉതിർക്കുകയായിരുന്നു. ധോണി, മായാപുരം, മുണ്ടൂർ മേഖലകളിൽ 4 വർഷം നാശമുണ്ടാക്കിയ കൊമ്പനാണ് ഈ ആന. 2022 ജൂലൈ 8-ന് പ്രഭാത സവാരിക്കാരനെ ആന ചവിട്ടിക്കൊന്നിരുന്നു. മായാപുരം സ്വദേശി ശിവരാമനാണ് കൊല്ലപ്പെട്ടത്. 2022 നവംബർ മുതൽ ഇടവേളകൾ ഇല്ലാതെ വിലസുകയായിരുന്നു PT7. കാട്ടാനകൾ നാട് കാണാനിറങ്ങുമ്പോൾ കൗതുകത്തിനപ്പുറം നാട്ടുകാർക്ക് ഭീതിയാണ് സമ്മാനിക്കുന്നത്. പാലക്കാടും വയനാടും മൂന്നാറുമെല്ലാം കാട്ടാനകൾ വിലസുമ്പോൾ ഇവ കാടിറങ്ങാനുള്ള കാരണങ്ങൾ കൂടി കണ്ടെത്തി പരിഹാര മാർഗങ്ങൾ അവലംബിക്കേണ്ടത് ബന്ധപ്പെട്ട സർക്കാർ വിഭാഗം തന്നെയാണ്.